KV വേഴ്സസ് KVP ആണ് കറന്റ് സിറ്റുവേഷൻ ഉള്ളത്. KVP KV പിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിക്ക് ഒരു പിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് ഗാങ്സും ഇവിടെ KVയുടെ ഒരു വണ്ടി മറിഞ്ഞു ഇല്ല. ആ വണ്ടി സേഫ് ആയിതാക്കുന്നു. ഇവര് മാക്സിമം ടൈം കളയാനുള്ള ഒരു കളി തന്നെയാണ് KVPയുടെ സൈഡിൽ നിന്ന്. മാക്സിമം ടൈം കളയാനുള്ള നമ്മൾ ലാസ്റ്റ് കേട്ട റേഡിയോ കോൾ വെച്ചിട്ട് മാക്സിമം ഒരു ഫയറിംഗ് സിറ്റുവേഷനല്ല നിൽക്കുന്നത്. പിറ്റിങ്ങിന് തന്നെയാണ് ട്രൈ ചെയ്യുന്നത്. കാരണം അവരുടെ പ്ലേയേഴ്സിന് കയറാൻ പറ്റാത്ത എന്തോ ഇഷ്യൂ കയറാൻ ട്രൈ ചെയ്യുക അങ്ങനെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം ആ ഒരു ടൈം കളയാൻ വേണ്ടി തന്നെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കിക്കിലില്ല ഞാൻ കിക്കിലേക്ക് മാറണമെന്നുണ്ട്. ഇപ്പം കറണ്ട് നേരെ കിക്കിലേക്ക് സ്വിച്ച് ചെയ്താലോ എന്ന് ആലോചിക്കുന്നു. ഈ സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ കിക്കിലേക്ക് സ്വിച്ച് ചെയ്യാം. എന്താ പറയുന്നത്, ഈ സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് കിക്കിലേക്ക് സ്വിച്ച് ചെയ്താലോ. ജസീം ബ്രോ വെൽക്കം സ്ട്രീം. ഹായ് ജസീം ബ്രോ വന്നു കഴിഞ്ഞാൽ ഹായ് ഇല്ല, എല്ലാവരും ഹായ് ഇല്ല അടിക്കാം. ജസീം ബ്രോ നേരെ വന്നു കഴിഞ്ഞാൽ ബൈ അടിക്കാം. ഇപ്പൊ കറന്റ് ടിവിയുടെ സിറ്റുവേഷൻസ് തുടങ്ങിയിട്ടില്ലല്ലോ. തുടങ്ങുമ്പോൾ ആരെങ്കിലും സ്പെക്ക് വരാടാ. നോക്കാം. ഓക്കെ KV വേഴ്സസ് KVP ആണ് കറന്റ് ഫയറിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. KVയുടെ ഒരു വണ്ടി വീണ്ടും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ KVPയുടെ ഒരു വണ്ടി ഇവിടെ ഇതായിട്ടുണ്ട്. ഓക്കെ KV വീണ്ടും പിറ്റിങ്ങും ഫയറിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പിറ്റിങ് ഓക്കെ KVയുടെ മൈക്ക് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. വിൻസെന്റിന്റെ വണ്ടിക്ക് നല്ല രീതിക്ക് ഒരു ഫയറിംഗ് വന്നിട്ടുണ്ട്. ഇവിടെ KVയുടെ അത്യാവശ്യം പ്ലേയേഴ്സോളം കൗണ്ട് ഇറങ്ങിയിട്ടുണ്ട്. 3 വെഹിക്കിളോളം KV ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. 3 വെഹിക്കിളോളം KV അവിടെ ഇറങ്ങി കളിക്കുന്നുണ്ട്. കിക്ക് എക്സ്ക്ലമേഷൻ കിക്ക്. ഓക്കെ ഫിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ KVയുടെ സൈഡിൽ നിന്ന് ഫെക്സർ ആണ് ഫയർ ചെയ്യുന്നത്. KVയുടെ സൈഡിൽ നിന്ന് ഫയർ ചെയ്യുന്നു. ഫെക്സർ ഇവിടെ ഓൺ ഫുട്ട് കളിക്കുന്നുണ്ട്. കറന്റ് ഇവിടെ KVയും നല്ല രീതിക്ക് പിറ്റിങ് മാത്രം. KVPയുടെ സൈഡിൽ നിന്ന് ഇപ്പൊ കറന്റ് അവരൊരു ഓൺ ഫുട്ട് കളി കളിക്കുന്നില്ല. ഇപ്പൊ കറന്റ് നോക്കുകയാണെങ്കിൽ പ്ലേയേഴ്സ് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. KVPയുടെ സൈഡിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. അവർ ആ ഒരു ടൈം എടുക്കാനുള്ള ട്രൈ തന്നെയാണ് മാക്സിമം. അപ്പൊ അതൊക്കെ ഹോൾഡ് ചെയ്ത് പിറ്റ് ചെയ്ത് കളിക്കുന്ന ഒരു ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് KVPയുടെ സൈഡിൽ നിന്ന്. അതോ ഇവിടെ ഒരു ഫയറിംഗ് ഉണ്ടാവോ, ഇറങ്ങിയടി ഉണ്ടാവോ? ഇവിടെ നിന്നൊരു ഇറങ്ങിയടി. യെസ്, KVPയുടെ മൈക്ക് ഫെയിന്റ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ KVP ആരും ഇവിടെ ഇറങ്ങിയിട്ടില്ല. KVP ഒരു ഏരിയയിൽ നിന്ന് ലീവ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഫയറിംഗ് KVയുടെ സൈഡിൽ നല്ലൊരു ഫയറിംഗ് ആണ് വരുന്നത്. 2 ഗാങ്സ് ഇവിടെ പിറ്റിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ കറന്റ് KVയുടെ സൈഡിൽ നല്ലൊരു ഫയറിംഗ് വരുന്നുണ്ട്. KVPയുടെ വെഹിക്കിൾസിനൊക്കെ നല്ല രീതിക്ക് ഡാമേജ് വന്നിട്ടുണ്ട്. നല്ലൊരു ഡാമേജ് ആണ് KVPയുടെ വെഹിക്കിൾസിന് വന്നിട്ടുള്ളത്. ഓക്കെ KV തിരിച്ച് വെഹിക്കിൾസിലേക്ക് കയറുന്നു. KV സൈഡിൽ നിന്ന് വീണ്ടും തിരിച്ച് വെഹിക്കിൾസിലേക്ക് കയറുന്നു. ഓക്കെ KVP മൈക്കിൾ ഇവിടെ ഇറങ്ങി ഫയർ ചെയ്യുന്നുണ്ട്. KV ഇവിടെ കുത്തുമോ? KVP മൊത്തത്തിൽ ഇവിടെ എല്ലാ വെഹിക്കിൾസും ഏരിയയിലുണ്ട്. മൈക്കിൾ, സാമി, പിന്നെ അതുപോലെ തന്നെ റിസിയാണ് ഇവിടെ ഏരിയയിൽ നിന്ന് ഫയർ ചെയ്യുന്നത്. ഈ 3 പേരാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് ഇപ്പോൾ കറന്റ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. KVP ഒരു 3 പ്ലേയേഴ്സോളം, ഒരു വണ്ടി 3 പ്ലേയേഴ്സോളം ഇവിടെ ഇറങ്ങി നിന്ന് ഫയർ ചെയ്യുന്നു. ഓക്കെ KVയുടെ ഫെക്സറിന്റെ വണ്ടി ടോപ്പ് ഓഫ് ദ മൗണ്ടൈൻ്റെ ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. ഇവർ നിൽക്കുന്ന ഏരിയയിലേക്ക്. ഓക്കെ ഫെക്സറിന്റെ വണ്ടി ഇടിച്ച് തെറിപ്പിക്കുന്നു. ഫെക്സറിന്റെ വണ്ടി ആ ഒരു റിഡ്ജിലേക്ക് പോയിട്ടുണ്ട്. കറന്റ് റിഡ്ജിലേക്ക് പോയിട്ടുണ്ട്. ഫെക്സറിന്റെ വണ്ടി കറന്റ് റിഡ്ജിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ ഇവിടെ KVP മൈക്കിൾ, സാമീസ് കാർ ആൻഡ് റിക്സിയാണ് ഇവിടെ ഇറങ്ങി ഫയർ ചെയ്യുന്നത്. മൈക്കിൾ, സാമീസ് കാർ. ഇത് ഫ്രണ്ട്ലി ഒന്നല്ല. ഇന്നലത്തെ സിറ്റുവേഷൻ മാറ്റി ഇന്നേക്ക് വെച്ചതാടാ. ഫ്രണ്ട്ലി ഒന്നല്ല. ഞാൻ ഇവിടെ KVP നോക്കിക്കോ. ആരെങ്കിലും ഒരാളെ മീറ്റിങ്ങിന് വിടണേ. മറ്റേ ഇത്തിരി വൾഗറായിരുന്നു അത്. ടോക്കിയുടെ മീറ്റിങ്ങിന് ആരെങ്കിലും വിടണം. KVP ഹോൾഡ് ചെയ്ത് കളിക്കത്തുള്ളൂ.
ഓക്കെ KVPയുടെ സൈഡിൽ നിന്നും വിൻസെന്റ് ഇറങ്ങി ഫയർ ചെയ്യുന്നുണ്ട്. KV ഒരു ഏരിയയിലേക്ക് നേരെ കയറി അടിക്കാൻ നല്ലൊരു ചാൻസ് കുറവാണ്. കാരണം ഇതൊരു ഡിസഡ്വാൻറ്റേജ് ഏരിയ തന്നെയാണ്. പ്ലേയേഴ്സ് നിലത്ത് വീണ് ചാവാനും നല്ലൊരു ചാൻസ് ഉള്ള ഒരു ഏരിയ തന്നെയാണ്. KVയുടെ ഒരു വണ്ടി മേലേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു വണ്ടീനെ കണ്ടിട്ടുണ്ട്. പക്കി ക്രൈസി ഗോപാലനും ഈ ഏരിയയിൽ കണ്ടിട്ടുണ്ട്. TV ഇപ്പൊ കറന്റ് സ്പൈസ് വെക്കയോടെ നമുക്ക് നോക്കാം. ഇത് കഴിയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം. അല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ. എടാ ഹെൽപ്പ് പെൻഡിങ് ആക്കല്ലേ. എത്ര മിനിറ്റ്സ് ഉണ്ട്? പെൻഡിങ് ആക്കല്ലേ. ഓക്കെ KV ഒരു വണ്ടീനെ നല്ല രീതിക്ക് പിറ്റ് ചെയ്യുന്നുണ്ട്. KV ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. KV പ്ലേയേഴ്സ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. KVP പക്ഷേ ഈ ഒരു ഏരിയയിൽ നിന്ന് മാറി കളിക്കുന്നുണ്ട്. ഇപ്പൊ കറന്റ് KVP ആ ഒരു ഏരിയയിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഓക്കെ KVPയുടെ ഒരു വണ്ടിക്ക് നല്ല രീതിക്ക് ഒരു ഡാമേജ് തന്നെ വന്നിട്ടുണ്ട്. നല്ലൊരു ഫയറിംഗ് ആണ് KVPയുടെ ആ ഒരു വണ്ടി കിട്ടിയിരിക്കുന്നത്. നല്ലൊരു ഡാമേജ് ആണ് ആ വണ്ടി കിട്ടിയിട്ടുള്ളത്. നല്ലൊരു ഡാമേജ് KVPയുടെ ആ വെഹിക്കിളിന് കിട്ടിയിരിക്കുന്നത്. ഓക്കെ KV നല്ലൊരു ഫയറിംഗ് ആണ് ഇപ്പൊ KVയുടെ സൈഡിൽ നിന്ന് കൊടുത്തോണ്ടിരിക്കുന്നത്. 5 മിനിറ്റ് ഉണ്ട്. കറന്റ് അത് അവിടെ പിറ്റിംഗ് ആണ്. നീ ക്രാഷ് ചെയ്താ ഞാൻ തിരിച്ച്. അയ്യോ അപ്പാപ്പനാണ്. കോഹ്ലിന്റെ ചൂടൻ അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ KVPയുടെ 2 പ്ലേയേഴ്സ് ഇവിടെ ഡൗൺ ആയിട്ടുണ്ട്. അവിടെ കക്കാശി ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. KVPയുടെ 2 പ്ലേയേഴ്സ് ഇവിടെ ഡൗൺ ആയിട്ടുണ്ട്. വെള്ളത്തിൽ പോയിട്ട് 2 പ്ലേയേഴ്സ് ഡൗൺ ആയിട്ടുണ്ട്. 3 പ്ലേയേഴ്സ് ഉള്ള ഡൗൺ ആയിട്ടുണ്ട്. ഡെവിൻ കൊട്ടാരത്തിലും ഡൗൺ ആയിട്ടുണ്ട്. ശ്രദ്ധിച്ചില്ല ഗൈസ്, ഞാനവിടെ പെട്ടെന്ന് തന്നെ വിസി സംസാരിക്കായിരുന്നു. അത് അപ്പൊ വിളിച്ചോ. ഓക്കെ KVP ഒരു ഏരിയയിൽ നിന്ന് ഫയർ ചെയ്യുന്നുണ്ട്. KVPയുടെ 3 പ്ലേയേഴ്സോളം ഇപ്പൊ കറന്റ് ഡൗൺ ആണ്. അവിടെ പക്കി അവിടെ അത്യാവശ്യം ഡാമേജ് പക്കിക്ക് കിട്ടിയിട്ടുണ്ട്. KVP ഇപ്പൊ കറന്റ് ഈ ഒരു ഏരിയയിലാണ് ഹോൾഡ് ചെയ്യുന്നത്. KVയുടെ ഒരു വണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. KVയുടെ 2 വണ്ടി ഈ ഒരു ഏരിയയിലേക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. KV വേഴ്സസ് KVP കറന്റ് സിറ്റുവേഷൻ. ഇവിടെ അത്യാവശ്യം പ്ലേയേഴ്സോളം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വന്ന് കയറിയിട്ടുണ്ട്. KVയുടെ ഒരു ഏരിയയിൽ നിന്ന് 4 പ്ലേയേഴ്സോളം ഇറങ്ങിയടിക്കുന്നു. സാത്താൻ, വാസ്കോ, പിന്നെ അതുപോലെ തന്നെ റൈസാക്കി, കാർലോ ആണ് ഇവിടെ ഇറങ്ങിയടിക്കുന്നത്. പക്ഷേ ഈ ഒരു ഡാമേജുകൾ കൊടുക്കുന്നുണ്ട്. നല്ല രീതിക്ക് ഒരു ഡാമേജ് തന്നെയാണ് KVPയുടെ സൈഡിലേക്ക് വരുന്നത്. നല്ലൊരു ഡാമേജ് തന്നെ വരുന്നുണ്ട് KVPയുടെ സൈഡിലേക്ക്. KV കുറച്ചുകൂടി അഡ്വാൻസ് ചെയ്ത് വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. റൈസാക്കി പിന്നെ അതുപോലെ തന്നെ വാസ്കോ കുറച്ച് കയറി വരുന്ന കളിക്കുന്നുണ്ട്. KVയെ ഒറ്റൊരു സൈഡിൽ മാത്രം പുഷ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ കറന്റ് കളിക്കുന്നത്. 2 സൈഡിലൊരു പുഷ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് KV സൈഡിൽ നിന്ന്. ഇപ്പോൾ കറന്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം പ്ലേയേഴ്സോളം ഇപ്പോൾ കറന്റ് ഉണ്ട് KVയുടെ. ഓക്കെ നല്ലൊരു ഫയറിംഗ് ആണ് KVPക്ക് കിട്ടിയത്. നല്ലൊരു ഫയറിംഗ് കിട്ടുന്നുണ്ട് KVP സൈഡിലേക്ക്. നല്ലൊരു ഫയറിംഗ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഫൈറ്റ് തുടങ്ങുമ്പോൾ നേരത്തെ നമുക്ക് പോവാടാ. നമുക്ക് പോവാം. വെയിറ്റ് ഇത് സിറ്റുവേഷൻ ഇപ്പോൾ കഴിവായിരിക്കും. ഓക്കെ KVയുടെ ഒരു വണ്ടി വരുന്നു. നല്ലൊരു ഡാമേജ് പക്കിയുടെ ഭാഗത്തു നിന്ന് നല്ലൊരു ഡാമേജ് ആ ഒരു വണ്ടിക്ക് വന്നിട്ടുണ്ട്, പ്ലേയേഴ്സിന് വന്നിട്ടുണ്ട്. കാരണം നല്ല രീതിക്ക് ബ്ലഡും കാര്യങ്ങളും തെറിക്കുന്നുണ്ടായിരുന്നു. നല്ലൊരു ഡാമേജ് തന്നെ വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ സ്പൈ ഉണ്ട് കേട്ടോ. സ്പൈ മാസ്ക് ഉണ്ട് അവിടെ.
അല്ല അങ്ങനെ വലിച്ചിടൊന്നും വേണ്ട, ആള് ഇള്ളാന്നും പറഞ്ഞിട്ട് വലിച്ചിടൊന്നും വേണ്ട. ബഗ്ഗായിട്ടൊന്നുമില്ലല്ലോ. വന്ന് സിറ്റി കയറി സിറ്റുവേഷൻസോ ഫുള്ള് സിറ്റുവേഷൻസോ. വാ. നീ ഏതിലാ? ലാപ്പിലാ? അപ്പോട്ടാ KVM 2 ഗാങ്സും 2 സൈഡിലും ഹോൾഡ് ചെയ്തുകൊണ്ട് നല്ല ഫയറിംഗ് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹോൾഡിങ് ഏരിയ നമുക്ക് കോപ്പി ചെയ്ത് വെക്കാൻ പറ്റുമ്പോൾ സുഖമായിട്ട് നമുക്ക് തപ്പുണ്ടല്ലോ. അത്യാവശ്യം സിറ്റുവേഷൻ ഉണ്ട്, 4-5 സിറ്റുവേഷൻ ഉണ്ട്. ഓക്കെ, KV സൈഡിൽ നല്ലൊരു ഫയറിംഗ് വരുന്നു. KP സൈഡിലേക്ക് നല്ലൊരു ഫയറിംഗ് വരുന്നുണ്ട്. KVP സ്പൈ TVS സ്പെക് അല്ലേ? TVNV സ്പൈയെ TVNV സിറ്റുവേഷൻ അല്ലേ സ്പൈ? ഓക്കെ ഞാൻ പറഞ്ഞു. ഇല്ല പറഞ്ഞു. ആണോ? ഒന്നും ചെയ്യണ്ട. ഇല്ല അതിൻ്റെ ഒക്കെ വിട്ടോടെ, കുഴപ്പമില്ല. അതും ഉമ്മാരും ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നല്ലോ. അത് പോട്ടെ. ആരെങ്കിലും മറ്റേ ഇതാക്കാൻ വേണ്ടി വരുന്ന കുറച്ചന്മാരല്ലേ, അത് വിട്ടെ. ബാക്കി എല്ലാവരും ചില്ലായിട്ടിരുന്നോളൂ. കുഴപ്പമില്ല. വിട്ടോ. പുറത്ത് ഗേറ്റിന് പുറത്ത്. കുഴപ്പമില്ലടാ, വയ്യാണ്ടല്ല അതിനിപ്പം തന്നെ. സോറി. ഓക്കെ, KVP ഇപ്പൊ കറന്റ്ലി ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് മാറാൻ ചാൻസ് വളരെ കൂടുതലാണ്. KVP സൈഡിലേക്ക് ഇതൊരു നല്ലൊരു ഡിസഡ്വാൻറ്റേജ്. ഈ ഒരു ഇറക്കം അവർക്ക് നല്ല രീതിക്ക് ഡിസഡ്വാൻറ്റേജ്. ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത പോലെ ഇത് നല്ല രീതിക്ക് ഈ ഒരു കോള് റോങ് കോളായിരുന്നു. ഹിറ്റ്മാൻ അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ഹിറ്റ്മാൻ അവിടെ പക്കീനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. നല്ലൊരു ഡിസഡ്വാൻറ്റേജിലേക്കാണ് KVP വന്നത്. ആ ഹിറ്റ് അഡ്വാൻറ്റേജിൽ നിന്നും ഡിസഡ്വാൻറ്റേജിലേക്ക് KVP കയറി വന്നു. ഓക്കെ, KP ഫെക്സർ അവിടെ ഒരു പിക്ക്, വിംബി അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഫെയിന്റ് ഒരു പിക്ക്, കാർലോ ഒരു പിക്ക്, കക്കാശി ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. വീറ്റോ അടുത്തൊരു പിക്ക്, ഒസാക്ക ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. കാർലോന്റെ 3ാമത്തെ പിക്ക്, ഹോക്കി അടുത്തൊരു പിക്ക്, ബ്ലേക്ക് ഒരു പിക്ക് എടുത്തിരിക്കുന്നു. കറന്റ്ലി KVP അത്യാവശ്യം പ്ലേയേഴ്സോളം. സാത്താൻ അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. KP റിക്സീനർ അവിടെ ആക്കിയിട്ടുണ്ട്. റൊണാൾഡോ അവിടെ സെയിനർ ഓൺ ആക്കിയിരിക്കുന്നു. ഒസാക്ക അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ഓക്കെ, ഡാൻസിങ് ബോബി അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നത്. കറലി KVPയുടെ ഭാഗത്ത് ഇടിവെട്ട് ശുക്കൂർ മാത്രം ലാസ്റ്റ് മാൻ അലൈവ് ഐ തിങ്ക്. നല്ലൊരു ഫയറിംഗ്. ഇടിവെട്ട് ശുക്കൂറിന്റെ വണ്ടിയുടെ ടയറും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ഡാമേജ്ഡ് ആണ്. കാരണം നോക്കുകയാണെങ്കിൽ ഇടിവെട്ട് ശുക്കൂർ നല്ലൊരു പണി കിട്ടിയിട്ടുള്ള ഒരു ഇതാണ്. ഒയ്യോ മഴ. ഒയ്യോ മഴയാണ് ഗൈസ്. ഇടിവെട്ട് ശുക്കൂർ അവിടെ ഒരു പിക്ക് എടുത്തുകൊണ്ടാണ് ഡൗൺ ആവുന്നത്. ഇടിവെട്ട് ശുക്കൂർ അവിടെ പിക്ക് എടുത്ത് സൈക്കോ ജോണി അവിടെ ഒരു ഡൗൺ ആയിട്ടുണ്ട്. കുത്തിയെടുക്ക് എല്ലാരും വാ. ഈ മാർക്കി കുത്തിയെടുക്ക്. വേഗം കുത്തിയെടുക്ക്. ലിയോ ഇവിടെ ഇറങ്ങി അടിക്കറാ. വണ്ടവിടെ ബാക്കിയുള്ളവർ അതിന്റെ ബാക്കില. ഞാൻ ആരെ അടിച്ചു? കേറി അടിക്കറ. നിങ്ങൾ കേറി വാ. അവരെന്നെ നോക്കി കളിക്കുന്നത്. നിങ്ങൾ കേറി വാ. അവരെന്നെ നോക്കി കളിക്കുന്നത്. നിങ്ങൾ കേറി വാ. അത്രേ ഉള്ളൂ. നൈസാണ്.
ഇവിടെ ഈ മാർക്ക്